ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കിന്ന് ടോട്ടൽ ഒരു 4-5 ട്രേഡാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും ഓടിച്ചാടിയിട്ടൊന്നും പോകണ്ട. ഞാനൊരു ലെവൽ തരണ്ടാവും, ആ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ ആ ലെവലിൽ നിന്നുള്ള റിജക്ഷനിലോ അല്ലെങ്കിൽ ആ ലെവലിൽ നിന്ന് നമ്മളോട് SL നിന്നോ ഇത്രയും കണ്ടീഷനിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓടിച്ചായിട്ട് ഒരു ട്രേഡ് എടുക്കണ്ട. ക്യാൻഡിൽ എങ്ങനെ പോലും പ്രശ്നമില്ല, ക്യാൻഡിൽ എങ്ങനെ വന്നാലും പ്രശ്നമില്ല. ഞാൻ തന്നെ ലെവലിൻ്റെ മുകളിൽ എങ്ങനെയാണ് വർക്കാവണേന്ന് നിങ്ങൾക്ക് എല്ലാ ദിവസവും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളവിടെ ഒരു ഫ്രീ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ളവർക്കൊക്കെയും ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ആവാം, ട്രേഡ് എടുക്കാം, ഏൺ ചെയ്യാം, കറക്റ്റ് SL മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും, കറക്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഫുള്ളൊരു എഡ്യൂക്കേഷൻ പർപ്പസാണ് നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ട്രേഡ് എടുക്കാൻ പഠിക്കുക, മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ട്രേഡ് എടുക്കുക. ഞാൻ ഈ ട്രേഡിംഗ് സെറ്റപ്പ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടെക്നിക്കുകൾ യൂസ് ചെയ്ത്, കുറേ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത്, കുറേ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത്, കുറേ SMC യൂസ് ചെയ്ത്, കുറേ ICT യൂസ് ചെയ്തിട്ട് എല്ലാ മേഖലയിൽ കൂടി കടന്നു പോയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ബിൽഡ് ചെയ്തേക്കണത്. ഈ എല്ലാ മേഖലയിലത്തെയും ഓരോ ഭാഗങ്ങളും നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ വരുന്നുണ്ട്. എല്ലാ മേഖലയിൽ നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സെറ്റപ്പിലേക്ക് ഞാൻ വന്നേക്കണത്. അല്ലാണ്ട് ഞാനൊരു SMCനെ ഫോളോ ചെയ്യണ ഫുള്ളായിട്ട് അതായത് ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SMC ഇങ്ങനെയൊക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് SMC പഠിച്ച ഒരാളെന്നല്ല ഞാൻ, അല്ലെങ്കിൽ 100% ICT പഠിച്ച ഒരാളല്ല. നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അറിവ് തന്നെയേ ഉള്ളൂ. SMCനെ കുറിച്ചിട്ട് യൂട്യൂബ് വീഡിയോസിന് കിട്ടുന്ന അറിവുകളാണ് SMC നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഞാനിവിടെ പിന്നെ ഒരു പ്രൈസ് ആക്ഷൻ്റെ ബുക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള അറിവുകളും കുറേ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പ്രൈസ് ആക്ഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഓരോ ബുക്കുകളൊക്കെയും റെഫർ ചെയ്ത് പഠിക്കാം. അത് യൂട്യൂബ് വീഡിയോസ് മാത്രം കാണുന്ന നിർബന്ധമില്ല. മാർക്കറ്റിൽ കുറേ ബുക്കുകൾ അവൈലബിൾ ആണ്. SMC ബുക്കുണ്ട്, പ്രൈസ് ആക്ഷൻ്റെ ബുക്കുണ്ട്. ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ അറിയാനാണെങ്കിലും ബാക്കി പാറ്റേൺസ് ഒക്കെ അറിയാനാണെങ്കിലും നിങ്ങൾക്ക് ബുക്കുകളൊക്കെ റെഫർ ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെഫർ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ശൈലിയിലേക്ക് ഞാൻ എത്തിക്കണത്. അല്ലാണ്ട് ഞാൻ ഓടിച്ചാടി വന്നിട്ട് ഇവിടെ ട്രേഡ് എടുപ്പിക്കണതല്ല, മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് SL വരികയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോണ SL നിഫ്റ്റിയിൽ 10 പോയിൻ്റാണ്. നിഫ്റ്റി ഇപ്പോൾ ഒരു ലോട്ടിൽ 25 അതിപ്പോൾ പ്രശ്നമില്ല. 30-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എക്സ്പീരിയൻസ് തൊട്ടിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ലോഡ് സൈസ് കൂടെ തന്നെയാണ്. 75-ക്ക് നിഫ്റ്റി വരും, ബാങ്ക് നിഫ്റ്റി 30-ലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ചേക്കണത്. അതൊന്നും വിഷയമില്ല. നിഫ്റ്റി എത്ര ലോഡ് സൈസ് ആണെങ്കിലും നമ്മൾ 10 പോയിൻ്റ് തന്നെയാണ് SL വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്, നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും പ്രോബബിലിറ്റി ആണ് കേട്ടോ, എല്ലാത്തിനും പ്രോബബിലിറ്റി ആണ്. എൻ്റെ ഈ ട്രേഡിംഗ് സെറ്റപ്പിൽ 100% ഞാൻ നിങ്ങളോട് പറയണമെന്നില്ല. നമുക്കൊരു 90% ആക്യുറസി ഞാനിതിൽ പറയണുള്ളൂ. 90% ആക്യുറസി നിങ്ങൾക്ക് ഇതിൽ കിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിൽ ഞാനൊരു ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യണില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് ചെയ്യാൻ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് റെഫറിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ എതിർക്കണമെന്നില്ല. CPR വെക്കാം, അങ്ങനത്തെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് കുറേ ഉണ്ട്, മാർക്കറ്റിൽ കുറേ ഉണ്ട്. ഫ്രീ വെർഷൻ ഇഷ്ടം പോലെ ഉണ്ട് ട്രേഡിംഗ് പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്കെന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. നമുക്ക് കുറേ കാലമായിട്ട് ഇത് വാച്ച് ചെയ്യല്ല മാർക്കറ്റിന്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടണ ഒരു ഐഡിയ വെച്ചിട്ടുള്ള ലെവലുകളാണ് ഇതൊക്കെ, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഞാൻ കറക്റ്റായിട്ടൊരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്തിട്ടല്ല ഈ ലെവൽസ് തരണത്. നമുക്ക് അതിനൊരു ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് ലെവൽസ്. നമുക്കൊന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊന്നൊരു 4-5 ട്രേഡ് ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലൊരു ടാർഗറ്റ് ഉണ്ട്, നിഫ്റ്റിയിലൊരു ടാർഗറ്റ് ഉണ്ട്. നിഫ്റ്റിയിലത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 3 ക്യാൻഡിലിൽ 70 പോയിന്റ് കിട്ടിയൊരു ടാർഗറ്റാണ്. അത് പലർക്കും ചിലപ്പോൾ അത് ഭയങ്കര തള്ളിമറിക്കുന്നതൊക്കെ തോന്നാം നിങ്ങൾക്ക്. പക്ഷേ നമ്മുടെ ടെലിഗ്രാമിൽ അത് ആ ലൈവ് ടൈമിൽ കണ്ടവർക്ക് അത് അത്ര ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് നിർബന്ധമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട്. ആ 2-3 ക്യാൻഡിൽസിൽ തന്നെ 10-50 പോയിന്റ് പ്രോഫിറ്റ് എടുത്തവരുണ്ട്. നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവായിട്ടാണ് പറയുന്നത്. ആക്റ്റീവായിട്ടില്ലെങ്കിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇതെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റി ഒരു റെസിസ്റ്റൻസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. നിങ്ങൾ നേരത്തെ ഉള്ള നിഫ്റ്റി ലെവൽസ് ഇതാണ്. അപ്പം അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉള്ളത്തെ ട്രേഡിങ്ങും വരുന്നത്. രാവിലെ കൊടുത്ത ലെവൽസ് എന്ന് പറഞ്ഞാൽ 22,950 P, 23,000 C, 48,800 P, 48,900 C. ഇത്രയും ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് പെട്ടെന്നൊരു മൊമെൻറ്റം കാണിച്ചപ്പോൾ പിന്നെ വേറെ പ്രൈസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമുക്കൊരു ആക്ടിവേഷൻ വന്നായിരുന്നു. നിഫ്റ്റിയിലാണ് ഫസ്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി ഇപ്പോൾ ഞാൻ 110 മേടിക്കാൻ പറഞ്ഞു, അത് ഇത്തിരി മുകളിലാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ചാടി കയറി എടുക്കാൻ
എടുക്കണം നിർബന്ധമില്ല, മനസ്സിലായില്ലേ? അത്തിരി അടിയിലേക്ക് വന്നപ്പോൾ എടുക്കാത്തവരുണ്ടാവാം, ചിലപ്പോൾ ലിമിറ്റ് നോക്കി ഇരിക്കുന്നവർക്കൊന്നും കിട്ടില്ല. അതൊരു 10-20 പോയിന്റ് മുകളിൽ പോയിട്ട് അടിയിലേക്ക് വരെ ചെയ്തത്. നിങ്ങളെന്തായാലും ഈ ടെലിഗ്രാം ഫുള്ള് നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ചാർട്ട് മാത്രമായിട്ടൊരു സെക്ഷനിലേക്ക് ഇടാം, അത് നന്നാവുക. ടെലിഗ്രാമിലേക്ക് വന്ന് ചാർട്ടിലേക്ക് പോണത് ഈസി അല്ല, അതുകൊണ്ടാണ് പറയണത്. കുറച്ചുണ്ടായിരുന്നു ട്രേഡ്, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ആക്റ്റീവ് ആയിട്ട് 48,900 സിയിലാണ്, ബാങ്ക് നിഫ്റ്റിയിലാണ്. ഇതിൽ അത്യാവശ്യം കുറേ ട്രേഡുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്, മനസ്സിലായില്ലേ? അല്ലാത്തതിൽ അത്യാവശ്യം പോയിൻറ്റ്സും വന്നിട്ടുണ്ട്. തരക്കേടില്ലാത്ത ദിവസം തന്നെയായിരുന്നു. പ്രോഫിറ്റ് എടുക്കുന്നവർക്ക് പ്രോഫിറ്റ് എടുക്കാം കേട്ടോ. ഞാൻ വെറുതെ നോക്കിയിരിക്കുന്നവരുടെ കാര്യം പറയുന്നില്ലേ. പ്രോഫിറ്റ് എടുത്ത് പോകുന്നവർക്ക് കറക്റ്റായിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകാം. 23,100 പി, ഇതാണ് ഞാൻ പറഞ്ഞത്. 1:5 2 മിനിറ്റിൽ കിട്ടിയത് നമുക്കത് 23,100 പിയിലാണ്. അവിടേക്കൊക്കെ ഞാൻ ചാർട്ടിലേക്ക് വരാം. ഇതാണ് എൻ്റെ ചാർട്ട്. പിന്നെ 48,800 പി ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് എസ് എൽ വന്നൊരു ട്രേഡ് ഉണ്ട്. അതിൽ 48,800 പി ഈ സ്ട്രൈക്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് എസ് എല്ലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ 334.45 മേടിക്കാൻ പറഞ്ഞത്, പിന്നെ അടിയിൽ നിന്ന് എന്താ ഈ സംഭവം ഇട്ടേക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ട്രേഡ് നമുക്ക് ആക്റ്റീവ് ആവുന്നത് 334 തന്നെയാണ്. പക്ഷേ ആ ടൈമിൽ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എസ് എൽ കൊടുക്കേണ്ടടുത്ത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ എവിടെ നിന്ന് എടുത്താൽ എസ് എൽ തന്നെയാണ് കേട്ടോ, അത് വേറെ കാര്യം. നമുക്കത് എസ് എൽ തന്നെയാണ്. നമുക്ക് പിന്നെ പേഴ്സണലി വല്ല ലെവൽസിൻ്റെയും കാര്യങ്ങൾ അറിയണമെങ്കിൽ, സപ്പോർട്ട് റെസിസ്റ്റൻസിന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അതിന് സ്ട്രൈക്കിൻ്റെ പ്രൈസുകൾ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മതി. പിന്നെ 23,100 സിയും കൂടി നമുക്ക് ആക്റ്റീവ് ചെയ്താൽ ലാസ്റ്റ് ട്രേഡായിരുന്നു. 23,100 സി ലാസ്റ്റ് ട്രേഡായിരുന്നു. അത് ഞാൻ പിന്നെ എസ് എല്ലൊക്കെ മോഡിഫൈ ചെയ്ത് 5ലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമ്മൾ 10 ഫസ്റ്റ് ട്രേഡ് ആക്റ്റീവായി, ഇപ്പോൾ 10 പിന്നെ കുറച്ച് മോഡിഫൈ ചെയ്യുമ്പോൾ പിന്നെ റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് 5ലേക്ക് ഇട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഹിറ്റായിട്ടുണ്ട്. അതൊരു 5-8 പോയിന്റ് മുകളിലേക്ക് പോയിട്ടാണ് തിരിച്ചൊന്ന് ഹിറ്റായിക്കണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെലിഗ്രാമിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രേഡ്. 23,000 സി 47 പോയിന്റിൽ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് കാണാം ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഒറ്റ കാലിൻ്റെ അടിയിലേക്ക് വന്നു, അടുത്ത കാലിന് ലിമിറ്റിൽ കിട്ടി. ലിമിറ്റൊന്നും അടിയുന്നോ, ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിൽ നിന്നും വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. ലിമിറ്റൊന്നും എടുത്തവരാണെങ്കിലും അടിയിൽ നിന്ന് എടുത്തവരാണെങ്കിലും 10 പോയിന്റ് എസ്എല്ലാണ് കേട്ടോ. കറക്റ്റായിട്ട് മനസ്സിലാക്കുക, 10 പോയിന്റ് എസ്എല്ലാണ്. നമുക്കൊരു 47 പോയിൻ്റാണ് മുകളിലേക്ക് പോയിക്കണത്. എന്നിട്ട് പിന്നെ അടിയിലേക്ക് വരികയായിരുന്നു. പിന്നെ വേറെ ട്രേഡ് 48,900 സിയിലാണ്. സിയിൽ നിങ്ങൾ നോക്കുക, ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് അടിയിലാണ് ക്ലോസ് ചെയ്തേക്കണത്. പിന്നെ സെല്ലേഴ്സ് ക്ലോസിങ് പോയിട്ട് ഇവിടെയാണ്, അതായത് 9:39 ക്യാൻഡലിൽ. ഇത് ഡിമാൻഡ് പ്രൈസ് നോക്കിയിരിക്കുന്നവർക്ക് 391 കിട്ടും, അല്ലെങ്കിൽ ലിമിറ്റഡ് എടുക്കാം, മനസ്സിലായില്ലേ? ലിമിറ്റഡ് എടുത്തവർക്ക് ഈ സംഭവം എസ് എൽ പോവില്ല കേട്ടോ. ഒരു 30 പോയിന്റ് ഉണ്ട് എസ് എൽ പോവില്ല, ഉണ്ടല്ലേ? അത് എസ് എൽ പോവില്ല. ഇത്തിരി മുകളിൽ നിന്ന് എടുത്തവർക്ക് എസ് എൽ പോകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ റീ എൻട്രി എന്നതിനെ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. റീ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് അടിയിലാണ് ക്ലോസ് ചെയ്ത ട്രേഡ് ഇല്ല. പിന്നെ ഒരു സെല്ലേഴ്സ് ക്ലോസിങ് കൂടെ വരുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് അവിടെ തന്നെ ട്രേഡ് എടുക്കുക. അത് 382 ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ട് 393 നമുക്ക് കിട്ടുന്നു, 10 വ്യത്യാസമുള്ളൂ. അത് ഹയസ്റ്റ് ഡിമാൻഡ് പ്രൈസ് തന്നെയാണ്. ഞാൻ ഇവിടെ എങ്ങനെയാണോ ട്രേഡ് എടുത്തത്, അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തേക്കുന്ന ടാക്ടിക്സ്, മനസ്സിലായില്ലേ? 10 പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയാണ്. അവിടെ നിന്ന് എടുക്കുക, 100 പോയിന്റ്സ് കിട്ടും. ഇത് ഫുൾ ടാർഗറ്റ് അച്ചീവ് ആയിക്കുന്നതാണ്. നമുക്കിത് എവിടെ വേണമെങ്കിലും ഇറങ്ങാം കേട്ടോ. പിന്നെ 100 പോയിന്റ് തന്നെ കിട്ടണവർക്ക് കിട്ടും. അതായത് ഹോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് 100 പോയിന്റ് കിട്ടും. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പാർഷ്യൽ പോയിന്റ്സ് ആണെങ്കിൽ കിട്ടുള്ളൂ. ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ ട്രേഡിലും അങ്ങനെ കിട്ടുള്ളൂ. അവർക്ക് കുറച്ച് പോയിന്റ്സ് എടുത്ത് ബുക്ക് ചെയ്ത് പഠിച്ചവരാണെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് എടുക്കണം, അത് തെറ്റല്ല. ഞാൻ പറയണത് ഇപ്പോൾ നിഫ്റ്റിയിൽ 10 പോയിന്റ് എടുക്കണോ, ബാങ്ക് നിഫ്റ്റിയിൽ 40 പോയിന്റ് 50 പോയിന്റ് എടുക്കണം, അതൊരു തെറ്റല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പഠിച്ചു പോയാലും പ്രശ്നമില്ല. പ്രോഗ്രസീവ്ലി ആ ടാർഗറ്റിന് ഇത്തിരി കൂട്ടാൻ പറ്റും, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റും. ഇപ്പോൾ 100 പോയിന്റ് കാണുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം വേണ്ട, അത്ര ഞാൻ പറയണുള്ളൂ. കറക്റ്റായിട്ട് ട്രേഡ് എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അത് കിട്ടുള്ളൂ കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കണം, എന്നാലേ അത് കിട്ടുള്ളൂ. ഇത് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ഒരു ട്രേഡായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 3 ക്യാൻഡലിൽ 70 പോയിൻ്റൊക്കെ വന്ന ട്രേഡ്. നമ്മൾ 50 പോയിൻ്റ് പറയണുള്ളൂ. 164 രൂപയാണ് ഞാൻ കൊടുത്തത്. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. നമ്മൾ കറക്റ്റ് നോക്കുക. ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് അടിയിൽ ലോസ് ചെയ്തു. പിന്നെയും ബയേഴ്സ് മുകളിൽ ലോസ് ചെയ്തു, സെല്ലേഴ്സ് അടിയിൽ ലോസ് ചെയ്തു. പിന്നെയും മുകളിൽ ലോസ് ചെയ്തു, സെല്ലേഴ്സ് കറക്റ്റ് ആ ലെവലിൽ തന്നെ റിജക്ഷൻ വന്നു. പിന്നെ നിങ്ങൾക്ക് അടുത്ത ലിമിറ്റിൽ എടുക്കാം, അല്ലെങ്കിൽ അടിയിൽ നിന്ന് എടുക്കാം. എസ് എല്ലിൽ പോണ ഭാഗത്തു നിന്ന് എടുക്കാം, ഒന്നെങ്കിൽ ലിമിറ്റിൽ നിന്ന് 164 തന്നെ എടുക്കാം. പക്ഷെ നമുക്ക് ഒരു ക്യാൻഡലിൻ്റെ ചാൻസ് അവിടെ കിട്ടുള്ളൂ എന്ന് മാത്രം. ഈ ഒരു ക്യാൻഡലിൻ്റെ ചാൻസാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളൂ. അവിടെ എൻട്രി എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ചാൻസ് ഇല്ല. അതാണ് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ്റെ ഒരു സംഭവം ആയിക്കണത്. ഈ ഒറ്റ റെഡ് ക്യാൻഡിലാണ് നിങ്ങളുടെ ചാൻസ് വന്നേക്കണത് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്.
അവിടെ എൻട്രി എടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവായി എൻട്രി എടുക്കുക. കറക്റ്റ് എല്ലാവർക്കും ലിമിറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇതിൽ അടിയിൽ നിന്ന് കിട്ടും, അത് SL കൊടുക്കുന്ന ഭാഗത്തു നിന്ന് കിട്ടും. നമ്മൾ കറക്റ്റ് നോക്കുക, 50.2 ക്യാൻഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ 70 പോയിൻറ്റിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ മിനിമം പറയുന്നത് 50 പോയിൻ്റൊക്കെയാണ്. അപ്പോൾ 50 പോയിൻറ്റിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ എടുത്തവരുണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എടുത്തവരുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ 23,100 സിയിലാണ്. സിയിൽ ഞാൻ പറഞ്ഞില്ലേ 10 പോയിൻ്റ് ഉള്ളത് 5 പോയിൻ്റ് ആക്കിയെന്ന്. നിങ്ങൾ നോക്കുക, കറക്റ്റ് ബയേഴ്സ് ലോസേഴ്സ് സെല്ലേഴ്സ് റേറ്റ് ലിമിറ്റിൽ തന്നെ എടുക്കുക. അത് ലിമിറ്റ് ഇത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിൻ്റെ അടിയിൽ തന്നെ എടുക്കാനാണ് പറഞ്ഞത്. അതായത് 176 രൂപ ഞാൻ ബൈ പ്രൈസ് പറഞ്ഞത്, അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ SL കൊടുക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ ട്രേഡ് എടുക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ലിമിറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാത്രേ ഉള്ളൂ. ലിമിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 166 184 വരെ പോയിട്ടുള്ളൂ. അതായത് 8 പോയിൻ്റ് വ്യത്യാസം. ആ 8 പോയിൻ്റ് നമുക്ക് പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ 5 പോയിൻ്റായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു SLന്. അപ്പോൾ അത് കുറച്ചിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രേഡിൽ രക്ഷപ്പെട്ടുണ്ടാവണം, മനസ്സിലായില്ലേ? പിന്നെ തിരിച്ച് കയറുമ്പോൾ പിന്നെ എൻട്രി തന്നെയാണ്. പക്ഷേ ഇതൊന്നും കൊടുത്തിട്ടില്ലേ, തിരിച്ച് കയറുമ്പോൾ എൻട്രി തന്നെയാണ്. പക്ഷേ ലിമിറ്റിൽ തട്ടിയിട്ട് നല്ലൊരു പോക്ക് പോയിട്ടുണ്ട്. 18 പോയിൻ്റ് മൂവ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത്രയും ട്രേഡ്സാണ് നമുക്ക് ഗ്രൂപ്പിൽ കിട്ടിയേക്കണത്. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു 5-6 ട്രേഡാണ് കിട്ടിയേക്കണത് ഇന്ന്. അപ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് അതും മൂവ് ആയിട്ടുണ്ട് ഇന്നും. അപ്പോൾ നമ്മൾ ഈ തിങ്കൾ ടു ബുധൻ വരെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ദിവസങ്ങൾ തന്നെയായിരുന്നു. എല്ലാവർക്കും പ്രോഫിറ്റ് എടുത്ത് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ദിവസങ്ങൾ തന്നെയായിരുന്നു. നമ്മളിവിടെ റൺ ചെയ്യുന്നത് ഒരു ഫ്രീ ഗ്രൂപ്പാണ്. നമുക്ക് എല്ലാവർക്കും ഫ്രീ ഗ്രൂപ്പിൽ കയറാം. ഫെബ്രുവരി 1 തൊട്ട് ഫ്രീ ഗ്രൂപ്പിനെ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വരുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ നമ്മുടെ കണ്ടീഷൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ട്രേഡ് എടുക്കുക കേട്ടോ. ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നിങ്ങൾ ട്രേഡ് എൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് എടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. എങ്ങനെയൊക്കെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. എന്നാലും നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ലോസിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് കൊടുക്കാം, മനസ്സിലായില്ലേ? പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ DM ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.